ബി.ജെ.പിയുടെ ചില രാഷ്ട്രീയ ചലനങ്ങൾ ഇന്ന് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. മുനമ്പം സമരത്തിൻ്റെ 500-ാം ദിവസമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ പോയി അതിൻ്റെ ഒരു ആഘോഷവും മറ്റു കാര്യങ്ങളുമുണ്ട്. മുനമ്പത്തിൻ്റെ പ്രശ്നം സമ്പൂർണ്ണമായി പരിഹരിച്ചില്ല, വഖഫ് ബോർഡ് പ്രശ്നം പരിഹരിച്ചില്ല എന്നുള്ളത് വേറെ ചെന്ന് നിൽക്കുന്നു. എങ്കിലും ബി.ജെ.പി മോർ ഓർ ലെസ് കുറേ സഹായിച്ചു എന്നുള്ള അർത്ഥത്തിൽ അവിടെ അവരൊരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കുന്നു. അതിനേക്കാളൊക്കെ പരാതമായി കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രി ഇന്ന് കൊച്ചിയിൽ വരുന്നുണ്ട്. അദ്ദേഹം കൊച്ചിയിൽ വരുന്നത് NDA ഓഫീസിൻ്റെ മധ്യമേഖലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിനാണ്. പക്ഷേ അദ്ദേഹം അതിനേക്കാൾ പ്രധാനമായി സീറോ മലബാർ സഭയുടെ നേതാക്കളുമായി, അച്ഛന്മാരുമായും പിതാക്കന്മാരുമായി സംസാരിക്കുന്നുണ്ട്. വളരെ പ്രധാനമായി ഇപ്പോഴും കേന്ദ്ര BJP നേതൃത്വം കേരളത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളെ 100% കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണിതൊക്കെ. അനൂപ് ആൻ്റണിയെയും ഷോൺ ജോർജിനെയും ജോർജ് കുര്യനെ മന്ത്രിയാക്കി, ഷോൺ ജോർജിനെ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇദ്ദേഹത്തെ നമ്മുടെ അനൂപ് ആൻ്റണിയെ സംസ്ഥാന തലത്തിലെ പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള ക്രിസ്തീയ ആളുകളെയെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തീയ സഭകളുമായും കൃത്യമായി ചർച്ച നടക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തുകൊണ്ട് 10-20% വരുന്ന മുസ്ലിമിൽ നിന്ന് മന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരോ ഉണ്ടാകുന്നില്ല. അതിന് വളരെ പോസിറ്റീവായി ഒരുപാട് ആളുകൾ നമ്മോട് പ്രതികരിച്ചിരുന്നു. കൂടുതൽ ആളുകളും മുസ്ലിംസാണ് പ്രതികരിച്ചത്. ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തത് മുസ്ലിമാണോ എന്നോട് ആരാ വീഡിയോ ചെയ്ത ആളിൻ്റെ പേര് മുസ്ലിം പേരാണോ എന്നൊക്കെ വിളിച്ച് എന്നോട് ചോദിച്ചിരുന്നു നമ്പറിൽ. അപ്പോൾ ഞാനാണ് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര സന്തോഷം. കാരണം അങ്ങനെയും ഒരു ചിന്ത സമൂഹത്തിൽ വളർന്നു വരുമല്ലോ. എത്ര പേർ കാണുന്നു, എത്ര പേർ മനസ്സിലാക്കി എന്നുള്ളതല്ല, ഒരു ചിന്ത സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി നല്ല ഡയലോഗുകൾ നടക്കുന്നു. അത് രാഷ്ട്രീയ ഡയലോഗാകട്ടെ അല്ലെങ്കിൽ വോട്ട് പിടിക്കാനുള്ള ഡയലോഗ്, ഇതേ ഡയലോഗ് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായും നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡയലോഗുകൾ നടത്തുന്നത് കേവലം വോട്ടിന് വേണ്ടി മാത്രം എന്നുള്ളതല്ല, ഈ രാജ്യത്തെ വിവിധങ്ങളായ സാമൂഹ്യ പ്രശ്നങ്ങളെ, രാഷ്ട്രീയ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളത് കൂടി കൊണ്ടാണ്. ഇന്നലെ ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് മേഖലകളിൽ, മാവോയിസ്റ്റ് ഗ്രാമങ്ങളിൽ അവിടുത്തെ ഗ്രാമത്തലവന്മാർ ഒരു ഉത്തരവ് കൊണ്ടുവന്നു. അവിടെ ബോർഡുമൊക്കെ വച്ചു. ഇവിടെ മതപരിവർത്തനത്തിലുള്ള പാസ്റ്റർമാർ വരരുത്, അവരെ കയറ്റില്ല. ഇതിനെതിരെ ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയിൽ ക്രിസ്തീയ മിഷണറിമാർ ഇങ്ങനെ മതപരിവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന സുവിശേഷ പ്രസംഗകർ കേസ് കൊടുത്തു. സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു. ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു ഇവിടെ ആ കേസ് കൊണ്ടുവരണ്ട, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, അവരവിടെ ജീവിച്ചോളും. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി. ഈ സുവിശേഷ മതപരിവർത്തന അല്ലെങ്കിൽ മതപ്രചാരകർ സുപ്രീം കോടതിയും പറഞ്ഞു അത് പറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കണം, ഗ്രാമത്തിൻ്റെ കാര്യം അവർ നോക്കിക്കോളും. നിർബന്ധിതമായ പല രൂപത്തിലുള്ള പ്രേരണകൾ കൊടുത്തിട്ടുള്ള മതപരിവർത്തന പരിപാടികൾ വ്യാപകമായി നടക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അത് നിർത്തിവെക്കണം, അത് കൃത്യമായി നിർത്തിവെക്കണം. കാരണം നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രചരിപ്പിക്കാം, പക്ഷെ അത് മറ്റൊരു ദരിദ്രൻ്റെ അടുത്ത് പോയി, കഷ്ടപ്പെടുന്നവൻ്റെ അടുത്ത് പോയി അവർക്കുള്ള ചെറിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ നിർബന്ധിച്ചും അല്ലാതെയും മതം മാറ്റുന്നത്, മതത്തിലേക്ക് ആളെ കൂട്ടുന്നത് നല്ലൊരു രീതിയല്ല. അതും ഇതിനകത്ത് ഗൗരവമായി വരുന്നു. അത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സംഘപരിവാറായാലും BJP ആയാലും ക്രിസ്ത്യാനികളായാലും എല്ലാവരും തമ്മിൽ ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 2 കന്യാസ്ത്രീകൾ അവിടെ ഛത്തീസ്ഗഡിൽ പോയപ്പോൾ അത് മതപരിവർത്തനത്തിൻ്റെ ചർച്ചയുമായിട്ടാണ് അവർ വന്നു എന്നുള്ള ഒരു വാദം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹമാണ്. ഇവിടെ ദോശ കൊടുക്കാമെന്ന് പറഞ്ഞാലോ, പുട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലോ, അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞാലോ, അന്നം കൊടുക്കാമെന്ന് പറഞ്ഞാലോ, രോഗം ചികിത്സിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലോ ഒന്നും ആളുകളങ്ങനെ അവരുടെ വിശ്വാസ പ്രമാണമൊന്നും വിട്ടു പോകുന്നു. കുറച്ച് പേര് പോവും, പോയവരേക്കാൾ കൂടുതൽ തിരിച്ചു പോയി, അത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അല്ലാതെ അങ്ങനെയുള്ളൊരു സ്ഥലമല്ല. അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ ആയിട്ടുള്ള വിഷയങ്ങളായാലും മുസ്ലിംസിൻ്റെ വിഷയങ്ങളായാലും കേവലം കിരൺ റിജ്ജു വന്ന് ഈ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ചയ്ക്ക് അപ്പുറമുള്ള ഡയലോഗുകൾ നടക്കണം. ആ ഡയലോഗുകളിൽ സംവാദങ്ങൾ നടക്കണം. അതിൽ വളരെ കൃത്യമായ ഈ ബോർഡർ ലൈനുകൾ നമുക്ക് തീർത്തെടുക്കാൻ കഴിയണം. അങ്ങനെ ബോർഡർ ലൈനുകൾ തീർത്തെടുക്കുമ്പോഴാണ് ഈ രാജ്യത്ത് കൂടുതൽ സൗന്ദര്യവും
സാഹോദര്യവും ഒക്കെ വരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള രാഷ്ട്രമാണ്. ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ വേറെ അർത്ഥം പറയും, മുസ്ലിങ്ങളില്ലേ, ക്രിസ്ത്യാനി, ആ അർത്ഥത്തിലല്ല. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ്. അതിൻ്റെ അർത്ഥം ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന് കീഴടങ്ങി ജീവിക്കണമെന്നല്ല. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എല്ലാവരും അന്തസ്സോടെ ജീവിക്കണം, പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിക്കണം. അതിന് പറ്റിയൊരു മണ്ണാണ് ഭാരതം. പക്ഷേ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും അതിൻ്റേതായ രീതികൾ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്തി. എന്താണ് ബീഫ് ഫെസ്റ്റും ഇതുമായിട്ടുള്ള സിനിമയുമായിട്ടുള്ള ബന്ധം? സിനിമയെ എതിർക്കുക അത് വേറൊരു കാര്യം. വേണമെങ്കിൽ എതിർത്തോളൂ, വേണ്ടെങ്കിൽ എതിർക്കണ്ട. പക്ഷേ അതിനെ ബീഫ് ഫെസ്റ്റാക്കി എന്ത് ശിവൻകുട്ടി, അതിന് ഒരു വീഡിയോയ്ക്കുള്ള സ്കോപ്പ് തന്നെയുണ്ട്. ശിവൻകുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചാണകം കഴിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ മട്ടനും ബീഫും ചിക്കനും കഴിക്കും. എന്തേ പോർക്ക് കഴിക്കുമെന്ന് എഴുതിയില്ല? പന്നിയിറച്ചി കഴിക്കുമെന്ന് എഴുതിയില്ല? പന്നിയിറച്ചി കേരളത്തിലെ ക്രിസ്ത്യാനികൾ പിന്നെ എരുമേലി ഭാഗത്ത് കോട്ടയം ജില്ലയിലൊക്കെ ചെന്നാൽ വ്യാപകമായി പന്നിയിറച്ചി കഴിക്കും. എന്തേ പന്നിയിറച്ചിയെക്കുറിച്ച് എഴുതിയില്ല? ശിവൻകുട്ടിക്ക് കാല് വിറയ്ക്കും, കൈ വിറയ്ക്കും. അപ്പോൾ അതൊരു സെലക്റ്റീവായിട്ടുള്ള രാഷ്ട്രീയമാണ്, സെലക്റ്റീവായിട്ടുള്ള മത പ്രീണനമാണ്. അത് പാടില്ല. നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരു സത്യസന്ധതയാകാം. വളരെ കൃത്യമായ രാഷ്ട്രീയ സത്യസന്ധതയുടെ ബാക്കി പത്രമായി ഇത്തരം ചർച്ചകളെ നമുക്ക് കാണണം. എന്തായാലും കിരൺ റിജ്ജു വരുന്നു, സീറോ മലബാർ സഭയെ കാണുന്നു, ഇനി ഓർത്തഡോക്സ് സഭയെ കാണാം, അല്ലെങ്കിൽ പിന്നെ മലങ്കരക്കാരെ കാണാം, ആരെ വേണോ കാണാം. എന്തായാലും ചർച്ചകൾ നടക്കട്ടെ. പിന്നെ ഈ ചർച്ചകൾ കേവലം ഇലക്ഷനിന് വേണ്ടി മാത്രമുള്ള ചർച്ചകൾക്കപ്പുറമുള്ള ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഭീതി ഉണ്ടെങ്കിൽ ആ ഭീതി മാറ്റുന്നതിനും ഭൂരിപക്ഷത്തിനെ ബഹുമാനിക്കുകയും ഭൂരിപക്ഷത്തിൽ നിന്ന് ആളുകളെ അടർത്തി മാറ്റി 4 പേരെ കിട്ടിയാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞ് ഏതെങ്കിലും രൂപത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ ദൈന്യതയെ ചോദ്യം ചെയ്തും ചൂഷണം ചെയ്തും അതിൽ നിന്ന് ആളെ അടർത്തിക്കൊണ്ട് പോകുന്ന പരിപാടിയുമൊക്കെ പരസ്പരം നിർത്തി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഒരു മുസ്ലിം നാമധാരി ഒരു ഹിന്ദു നാമമുള്ളൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും മുസ്ലിം മതത്തിൽ ചേർന്നില്ലെങ്കിൽ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് അവസാനം ആ പെൺകുട്ടി മരിക്കുന്ന അവസ്ഥ വന്നു. എന്തിനാണ്? ലവ് നല്ലതാണ്, അതിനപ്പുറമുള്ളത് ശരിയായിട്ടുള്ളതാണോ? അപ്പോൾ ഇതെല്ലാം ഗൗരവതരമായ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളുടെ ഒരു ചർച്ചയായിരിക്കണം കിരൺ റിജ്ജുവൊക്കെ തുടങ്ങി വെക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ വന്നത് ചിലപ്പോൾ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താണ് സഹായം അഭ്യർത്ഥിക്കാനും പിന്തുണ തേടാനുമൊക്കെ ആയിരിക്കും. അത് നടക്കട്ടെ. പക്ഷെ അതിനെ തുടർന്ന് അല്ലെങ്കിൽ അതിന് ഉപരിയായി വലിയ ഡയലോഗുകൾ, മേശയ്ക്ക് ചുറ്റുമിരുന്നുള്ള ഡയലോഗുകൾ ഭാരതത്തിൽ നടക്കണം. ആ ഡയലോഗുകൾക്ക് RSSൻ്റെ 100ാം വാർഷികമായതുകൊണ്ട് RSSനും അതിന് മുൻകൈയെടുക്കാം. അതുപോലെ ക്രിസ്ത്യൻ സംഘടനകൾക്കും മുസ്ലിം സംഘടനകളും എല്ലാവരും അത് മുൻകൈയെടുക്കണം. അതിൻ്റെ തുടക്കമാകുമോ റിജ്ജുവിൻ്റെ സന്ദർശനം എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ പൊതു താൽപ്പര്യം.